ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. 32ാമത്തെ ശ്ലോകം. ശിവശക്തി കാമ ക്ഷിതിരധര വിശീദകിരണഃ സ്മരോഹം സശക്രസ്തദനുജ പരാമാരഹരയഃ അമീഹൃല്ലേഖാഭിത്തിസൃഭിരവസാനേഷു ഘടിതാ ഭജന്തേ വർണ്ണാത്തെ തവ ജനനി നാമാവയവതാ. പദച്ഛേദം ചെയ്യാം. ശിവശക്തി കാമഃ ക്ഷിതിഃ അധ രവിഃ ശീതകിരണഃ സ്മരഃ ഹംസശക്ര തദനു ച പരാമാരഹരയഃ അമി ഹൃല്ലേഖാഭിः തിസൃഭിः അവസാനേഷു ഘടിതാ ഭജന്തേ വർണ്ണാഃ തേ തവ ജനനി നാമാവയവതാ. പദ അർത്ഥം പറയാം. ഹേ ജനനി, ഹേ ഭഗവതി, അല്ലയോ മാതാവേ, ശിവഃ ശിവതത്വവും കലാരൂപവുമായ കകാരം, ഇനി ശക്തിതത്വമായ ശക്തി ശക്തിതത്വവും കലാരൂപവുമായ ഏകാരവും, കാമഃ കാമദൈവതവും കലാരൂപവുമായ ഈകാരം, ക്ഷിതിഃ ഭൂതതത്വമായ ഭൂതത്വമല്ല ഭൂതത്വമായ ലകാരം, അതായത് ഭൂമിതത്വം ലകാരം, അധ അനന്തരം രവി സൗരഖണ്ഡാത്മകമായ ഹകാരം, ശീതകിരണഃ ചന്ദ്രബീജമായ സകാരം, സ്മരഃ കാമരാജപ്രകൃതിയായ കകാരം, ഹംസഃ സൗരഖണ്ഡാത്മകമായ ഹകാരം, ചക്രഃ ഇന്ദ്രബീജമായ ലകാരം, തദനു പിന്നീട് പരാമാരഹരയ ചന്ദ്രകല, അതായത് ചന്ദ്രബീജമായ സകാരം, മാരൻ കാമരാജപ്രകൃതിയായ കകാരവും, ഹരിഹി ഇന്ദ്രബീജമായ ലകാരവും, ഇതി എന്നിങ്ങനെയുള്ള അമീ ഈ വർണ്ണാഹ, അതായത് വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, വർണ്ണാഹ അക്ഷരങ്ങൾ, തിസൃഭിഹി ഹൃല്ലേഖാഭി 3 ഹ്രീങ്കാരങ്ങളാൽ, അവസാനേഷു ഓരോ ഖണ്ഡങ്ങളുടെയും അവസാനത്തിൽ, ഘടിതാഹ ചേർക്കപ്പെട്ടവയായിട്ട്, തേ വർണ്ണാഹ ആ അക്ഷരങ്ങൾ, തവ നിന്തിരുവടിയുടെ നാമാവയവതാം മന്ത്രത്തിൻ്റെ അവസാന ഭാവത്തെ, ഭജന്തേ പ്രാപിക്കുന്നു. ഭഗവതിയുടെ മന്ത്രത്തിൻ്റെ അവസാന ഭാഗത്തെ ഭജന്തേ എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു, പ്രാപിക്കുന്നു എന്ന് അർത്ഥം. ഇതും ഒന്ന് ഗൂഢാർത്ഥമാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒന്നും അറിയില്ല. ഇതൊക്കെ പഠിച്ച് വശമാക്കിയവർക്ക് മാത്രമേ ഇതേപ്പറ്റിയുള്ള പറയാനും ഈ തന്ത്രങ്ങളും ഈ കകാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ഇത് ഈ തന്ത്രത്തിലേക്കിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് കടക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ഇപ്പോഴുള്ള സാരവും അർത്ഥവും പറഞ്ഞ് പോകാം. അല്ലയോ ലോകമാതാവേ, കകാരവും ഏകാരവും ഈകാരവും ലകാരവും പിന്നെ ഹകാരവും സകാരവും ഹകാരവും ലകാരവും പിന്നീട് സകാരവും കകാരവും ലകാരവും എന്നീ 12 അക്ഷരങ്ങൾ ആദ്യം 4, പിന്നെ 5, അനന്തരം 3 ഈ അക്ഷരങ്ങളുടെ അവസാനങ്ങളിൽ 3 ഹ്രീങ്കാരങ്ങൾ ഓരോന്നോരോന്നായി ചേർക്കപ്പെട്ടവയായിട്ട് നിന്തിരുവടിയുടെ മന്ത്ര അവയവങ്ങൾ.
മന്ത്രാവയവത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നിന്തിരുവടിയുടെ നാമമായും തദവയവമായും ഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ചില സംഗതികൾ മനസ്സിരുത്തി ധരിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ചന്ദ്രഖണ്ഡത്തിൻ്റെയും ചന്ദ്രകലാഖണ്ഡത്തിൻ്റെയും മധ്യത്തിൽ ബ്രഹ്മഗ്രന്ഥി സ്ഥാനത്തിൽ ഹൃല്ലേഖാബീജം ചന്ദ്രകലാഖണ്ഡം ഗുരുപദേശത്താൽ മാത്രം അറിയത്തക്കതായതുകൊണ്ട് ശ്ലോകത്തിൽ പ്രകാശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രകാശിപ്പിക്കാഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗുരുവിൻ്റെ ഉപദേശം തേടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഗൂഢാർത്ഥമാണ് എന്ന് പറയപ്പെടുന്നു. അതായത് ഇവിടെ പറയുന്നത് ഓം, അപ്പോൾ പ്രണവസഹിതം അവയവമായ ഷോഡശാശക്തി 16 മന്ത്രം ഇപ്രകാരം വ്യാഹൃതമാകുന്നു. എന്തെല്ലാണത് എന്ന് നമുക്ക് നോക്കാം. ഓം ക ഏ ഈ ല ഹ്രീം ഹ സ ക ല ഹ്രീം സ ക ല ഹ്രീം ശ്രീ. ഇതാണ് ഈ 16 ശ്രീവിദ്യാമന്ത്രം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഷോഡശ നിത്യകൾ എന്ന് പറയുന്നുണ്ട്. ശുക്ല പ്രതിപദം മുതൽ പൗർണമാസി വരെയുള്ള തിഥി രൂപങ്ങളും ആകുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കതിൻ്റെ സാരം കാണാം. അല്ലയോ ലോകമാതാവേ, കകാരവും ഏകാരവും ഈകാരവും ലകാരവും പിന്നെ ഹകാരവും സകാരവും ഹകാരവും ലകാരവും പിന്നീട് സകാരവും ഖകാരവും ലകാരവും എന്നീ 12 അക്ഷരങ്ങൾ ആദ്യം 4, പിന്നെ 5, പിന്നെ 3 ഇങ്ങനെ അക്ഷരങ്ങളുടെ അവസാനങ്ങളിൽ 3 ഹ്രീങ്കാരങ്ങൾ, അവസാനത്തിൽ 3 ഹ്രീങ്കാരങ്ങൾ ഓരോന്നായി ചേർക്കപ്പെട്ടവയായിട്ട് നിന്തിരുവടിയുടെ മന്ത്രാവയവത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നിന്തിരുവടിയുടെ നാമമായും തദവയവമായും അങ്ങനെ അവയവമായും ഭവിക്കുന്നു എന്ന് സാരം. ഹരി ഓം. ശ്രീ ഗുരു എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതിം സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.